വെൽക്കം ടു ലേണിംഗ് നോ. ഇന്ന് നമ്മൾ സീരീസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്നുള്ള ടോപ്പിക്കിൽ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ബേസിക്കലി നമുക്ക് കുറച്ച് ഡാറ്റ തന്നിട്ടുണ്ടാവും. ആ ഡാറ്റ വെച്ചിട്ട് നമുക്ക് കുറച്ച് ആൾക്കാരെ തന്നിട്ടുണ്ടാവും, ABC, PQR തന്നിട്ടുണ്ടാവും. അപ്പോൾ അവരെ നമ്മൾ ആ തന്ന ഡാറ്റ വെച്ചിട്ട് P is to the left of Q അല്ലെങ്കിൽ P is to the right of Q അങ്ങനെയൊക്കെ ഉള്ള ഡാറ്റ തന്നിട്ടുണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾ അതിനെ അറേഞ്ച് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് സോൾവ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ആദ്യത്തേത് A, P, R, X, S and Z are sitting in a row. S and Z are in the center. A and P are at the ends. R is sitting to the left of A. Who is to the right of P? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡാറ്റ. മൊത്തം A, P, R, X, S, Z 6 ആൾക്കാരുണ്ട്. 6 ആൾക്കാരിൽ എസും ഇസഡും സെന്ററിലാണ് തന്നിട്ടുണ്ട്. അപ്പോൾ സെന്ററിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3rd പൊസിഷനും ഉണ്ട്, 4th പൊസിഷനും ഉണ്ട്. അപ്പോൾ അതിൽ എവിടെയാണ് എസ് എവിടെയാണ് ഇസഡ് എന്നുള്ളത് നമുക്ക് അറിയില്ല. ഓക്കെ, അത് നമ്മൾ തൽക്കാലം നമ്മൾ എസും ഇസഡിനെയും സെന്ററിൽ വെക്കുക. അടുത്തതെന്ന് പറഞ്ഞാൽ A and P are at the ends. അപ്പോഴും ഏത് എൻഡില്, ലെഫ്റ്റ് എൻഡിലാണോ റൈറ്റ് എൻഡിലാണോ A എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ അടുത്തത് നോക്കാം. R is sitting to the left of A. ഓക്കെ, അപ്പം A ഏറ്റവും ലെഫ്റ്റിലുള്ള പോയിന്റിലാണെങ്കിൽ അതിന്റെ ലെഫ്റ്റില് ആരും ഇല്ല, A ആണ് ഏറ്റവും ലെഫ്റ്റ്. പക്ഷെ ഇവിടെ പറയുന്നത് 6, 7 ലെഫ്റ്റിലാണ്. അതിനർത്ഥം A ഇങ്ങേ അറ്റത്ത് ഏറ്റവും റൈറ്റിലാണെന്നുള്ളത്. അപ്പൊ അങ്ങനെ ആയിട്ട് അപ്പൊ പിയുടെ പൊസിഷൻ കിട്ടിയില്ല. ഏറ്റവും ലെഫ്റ്റില് P, ഏറ്റവും റൈറ്റില് A. അത് രണ്ടും കിട്ടി. അപ്പൊ 6 ലെഫ്റ്റ് ഓഫ് എയില്, അപ്പൊ 6 കിട്ടി. എസും ഇസഡും നടുവിലാണെന്ന് അറിയാം. ബാക്കിയുള്ളത് X ആണ്. അപ്പൊ X പിയുടെ റൈറ്റില്. ഇത്രയും നമുക്ക് കിട്ടി. നമ്മൾ തൽക്കാലം എസും ഇസഡും, എസ് 3rd ഇസഡ് 4 ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. ഞാൻ അതിന്റെ ക്വസ്റ്റ്യൻ വരാണെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോ ഏത് ആളാണ് പിയുടെ റൈറ്റിലിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ എസും ഇസഡ് മാത്രമേ അറിയത്തുള്ളൂ, ബാക്കിയെല്ലാം കൃത്യമായിട്ടുള്ള പൊസിഷനാണ്. നമുക്ക് എല്ലാം കറക്റ്റ് അറിഞ്ഞോളുന്നില്ല, പക്ഷെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ എല്ലാം വേണ്ടിയുള്ള ഡാറ്റ തന്നിട്ടുണ്ടാവും മോസ്റ്റ്ലി, അല്ലെങ്കിൽ ഡാറ്റ ഇൻഅഡക്വേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ എക്സ് ആണ് പിയുടെ റൈറ്റിലാണ്, തൊട്ട് റൈറ്റിലാണ് എക്സ് ആണ്. സോ ആൻസർ ഈസ് എക്സ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ ജസ്റ്റ് അതിന്റെ പിക്ചർ വരയ്ക്കേണ്ട, അല്ലെങ്കിൽ അത് വരച്ച അറേഞ്ച്മെന്റ് എഴുതേണ്ട ഒരു ആവശ്യമുള്ളൂ. നമ്മൾ ഈ റീസണിങ്ങിൽ ഒട്ടുമിക്ക ടോപ്പിക്സിലും ജസ്റ്റ് അതിന്റെ ഡയഗ്രാം എന്താന്ന് വരച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടും. ചിലപ്പോൾ ഒരു ഡയഗ്രാം വെച്ച് 4 or 5 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ ജസ്റ്റ് അതിന്റെ ഡയഗ്രാം കറക്റ്റ് ആയിട്ട് വരച്ച് നമുക്ക് അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ബാക്കിയെല്ലാം കെയർഫുൾ ആയിട്ട് ചെയ്താൽ മതി. അപ്പൊ നമ്മള് കഴിഞ്ഞ സിലോജിസത്തിന്റെ ക്ലാസ്സില് നമ്മൾ പറഞ്ഞിരുന്നു, സിലോജിസത്തിന് ഈ ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കറക്റ്റ് ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ അതിന് കറക്റ്റ് ആൻസർ കിട്ടും. അതേപോലെ ഇവിടെ അറേഞ്ച്മെന്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. There are 8 houses in a line and in each house only one boy lives with the conditions as given below. Jack is not the neighbor of Simon. Harry is just next to the left of Larry. There is at least one to the left of Larry. Paul lives in one of the 2 houses in the middle. Mike lives in between Paul and Larry. If at least one lives to the right of Robert and Harry is not between Todd and Larry, then which one of the following statement is not correct എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ റോബർട്ട് ഏറ്റവും ലെഫ്റ്റ് എൻഡിലാണ്. റോബർട്ട് is not at the left end. Robert is in between Simon and Todd. Todd is in between Paul and Jack. There are 3 persons to the right of Paul. ഇത് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ടോഡ് ആണ് പോളിന്റെയും ജാക്കിന്റെയും
ഇടയിലിരിക്കുന്നത് എന്നുള്ളത് ആണ് തെറ്റ് നമുക്ക് കിട്ടും. കാരണം ബാക്കിയെല്ലാം കറക്റ്റ് ആണെന്ന് കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A, B, C, D, E are sitting on a bench. A is sitting next to B. C is sitting next to D. D is not sitting with E, who is on the left end of the bench. അപ്പോൾ E ഏറ്റവും ലെഫ്റ്റിൽ വെക്കുക. C സെക്കൻഡ് പൊസിഷൻ ഫ്രം ദ റൈറ്റ് C വെക്കുക. അത് കഴിഞ്ഞിട്ട് C is sitting next to D. അപ്പോൾ either തേർഡ് പ്ലേസോ അല്ലെങ്കിൽ ഫിഫ്ത്ത് പ്ലേസോ ആണ് D. പക്ഷെ പറയുന്നുണ്ട് D is not sitting with E എന്ന്. ഓക്കെ, അപ്പോൾ ഡിക്ക് രണ്ട് പൊസിഷൻ ഉണ്ട്. A is sitting next to B എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇനി A is to the right of B and E. ഇയുടെയും ബിയുടെയും റൈറ്റിലാണ് A എന്ന് പറയുന്നുണ്ട്. അപ്പൊ E, അത് കഴിഞ്ഞ് B, അത് കഴിഞ്ഞ് A, അത് കഴിഞ്ഞ് C, അത് കഴിഞ്ഞ് D. അങ്ങനെ നമുക്ക് അറേഞ്ച്മെന്റ് കിട്ടും. A ഏത് പൊസിഷനിലാണ് ഇരിക്കുന്നത് എന്ന്. A ബിയുടെയും സിയുടെയും ഇടയിലാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ. P, Q, R, S, T, U, V and W are sitting round the circle and are facing the center. ഓക്കെ, ഫേസിങ് എവിടേക്കാണ്? പുറത്തേക്കാണോ ഫേസ് ചെയ്യുന്നത്, സെന്ററിലേക്കാണോ ഫേസ് ചെയ്യുന്നത് ശ്രദ്ധിക്കണം. കാരണം പുറത്തേക്ക് ഫേസ് ചെയ്യുമ്പോൾ നമ്മുടെ ലെഫ്റ്റും റൈറ്റും എന്താണോ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മൾ ഉള്ളിലേക്ക് ഫേസ് ചെയ്യുമ്പോൾ. അത് മാറിപ്പോകരുത്. ഇനി സർക്കുലർ ആണ്. P is second to the right of T. അപ്പൊ ഒരു അടുത്ത് T വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് സെക്കൻഡ് ടു ദ റൈറ്റ്. അപ്പൊ ഉള്ളിലേക്ക് ഫേസ് ചെയ്തിരിക്കുകയാണ് അവിടുന്ന്. അപ്പൊ T ഉള്ളിലേക്ക് ഫേസ് ചെയ്തിരിക്കുമ്പോ ടിയുടെ റൈറ്റ് എന്ന് പറയുമ്പോൾ അപ്പൊ ആന്റി ക്ലോക്ക് വൈസിലേക്കാണ് റൈറ്റ് വരുന്നത്, ലെഫ്റ്റ് വരുന്നത് ക്ലോക്ക് വൈസിലേക്കാണ്. ഓക്കെ, അപ്പോ P is the second to the right of T. റൈറ്റിലേക്ക് സെക്കൻഡിൽ P മാർക്ക് ചെയ്യുക. Who is the neighbor of R and V? T എന്ന് പറയുന്നത് ആറിന്റെയും വിന്റെയും നെയ്ബർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് S is not the neighbor of P. S Pന്റെ നെയ്ബർ അല്ല. V is the neighbor of U. Q is not between S and W. Q is not between S and W. W is not between U and S. അപ്പൊ നമുക്ക് ഇതുപോലൊരു അറേഞ്ച്മെന്റ് ആണ് കിട്ടുക. ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ടു ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് നെയ്ബേഴ്സ്? യുവും വിയും നെയ്ബർ ആണ്, ആറും പിയും നെയ്ബർ ആണ്, ക്യൂവും ഡബ്ല്യുവും നെയ്ബർ ആണ്, ആറും ബി നെയ്ബർ അല്ല. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഇ. Which one is immediate right to V? Immediate right to V എന്ന് പറയുന്നത് T ആണ്. അപ്പൊ റൈറ്റ് ലെഫ്റ്റ് കറക്റ്റ് അറിയാണ്. കാരണം യുവും ടിയും ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതാണ് റൈറ്റ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇത് തെറ്റും. അപ്പം ഉള്ളിലേക്ക് തിരിഞ്ഞിരിക്കുമ്പോൾ ആന്റി ക്ലോക്ക് വൈസിലാണ് റൈറ്റ് വരിക, പുറത്തേക്ക് തിരിഞ്ഞിരിക്കുമ്പോൾ ക്ലോക്ക് വൈസിലാണ് റൈറ്റ് വരിക. അപ്പൊ അതിന് ഓപ്പോസിറ്റ് ലെഫ്റ്റ്. Which of the following is correct? P is to the immediate right of Q. R is between U and V. Q is to the immediate left of W. U is between W and S. അപ്പോൾ ഇതിൽ കറക്റ്റ് എന്ന് പറയുന്നത് Q Wന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലാണെന്നുള്ളതാണ്. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ സി. What is the position of S? What is the position of S എന്ന് പറഞ്ഞാൽ to the യുവിന്റെയും വിയുടെ ഇടയിലാണോ? അല്ല. സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് പി ആണോ? അല്ല. ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ഡബ്ല്യു ആണോ? അതെ. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ സി. 5 girls are sitting on a bench to be photographed. Seema is to the left of Rani. റാണിയുടെ ലെഫ്റ്റിൽ സീമ വെക്കുക. ആൻഡ് ടു ദ റൈറ്റ് ഓഫ് ബിന്ദു. ബിന്ദു, സീമ, റാണി. മേരി ഈസ് ടു ദ റൈറ്റ് ഓഫ് റാണി.
റീത്ത ഇസ് ബിറ്റ്വീൻ റാണി ആൻഡ് മേരി. അപ്പൊ ബിന്ദു സീമ റാണി കിട്ടി. അതിന്റെ ഇപ്പുറത്ത് മേരി ഉണ്ട്. മേരിയുടെ റാണിയുടെ ഇടയിൽ റീത്തയുണ്ട്. അപ്പൊ ബിന്ദു സീമ റാണി റീത്ത മേരി എന്നുള്ള ഓർഡറിൽ കിട്ടും. Who is sitting immediate right to റീത്ത? റീത്തയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിലുള്ളത് മേരിയാണ്. സോ ഓപ്ഷൻ സി. Who is in the middle of the photograph? Option B, Rani. Who is second from the right? Right in the second is Reetha. So answer is option C, Reetha. Okay. Clear, Ano? Okay. Thank you.